ഹരി ഓം. ഹായ് ഹലോ കൂട്ടുകാരെ. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്, ശ്രീലക്ഷ്മി വരാഹ ക്ഷേത്രമാണ്. അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അതിനടുത്ത് തന്നെ പാണ്ഡുരംഗ വിഠലയുടെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള പാണ്ഡുരംഗ വിഠലയുടെ, പാവങ്ങളുടെ ഭഗവാനാണ് പാണ്ഡുരംഗ വിഠല. അങ്ങനെ പാവങ്ങളുടെ ഭഗവാനായിട്ടുള്ള പാണ്ഡുരംഗ വിഠലയുടെ ഒരു ഭജന മഠം ഉണ്ട് കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതിനകത്ത് ആ പാണ്ഡുരംഗ വിഠലയുടെ വിഗ്രഹവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഭജന മഠത്തിലും കയറുക. പിന്നെ ഞാനിങ്ങനെ വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് ക്ഷേത്രക്കുളം എന്ന പോലെ ഒരു കായലാണോ കുളമാണോ എന്ന് നമുക്കറിയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കുളമാണ്, മനോഹരമായിട്ടുള്ള ഒരു കായലാണ് കേട്ടോ ഉള്ളത്. അത്രയും പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ അകത്തേക്ക് വരുമ്പോഴാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആ സൈഡിൽ എന്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പത്മനാഭസ്വാമിയുടെ ഒരു പടം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത്രയും പഴമ ഫീൽ ചെയ്യും. ആ പടവുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അതിനകത്തേക്ക് നോക്കുമ്പോൾ മനസ്സിന് എന്ത് സമാധാനമെന്നറിയാമോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും പഴമ ഫീൽ ചെയ്യും. നമ്മുടെ ആ എന്താ പറയുക, പഴയ മുത്തശ്ശി കഥകളിലൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു ക്ഷേത്രം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം വരുമ്പോൾ എല്ലാവരും ഇവിടെ വരിക കേട്ടോ. അപ്പോൾ ഇതാണ് ആ പറഞ്ഞ കായലെന്ന് പറയുന്നത്. എന്ത് മനോഹരമല്ലേ, നോക്കൂ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുമാണ്, നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്. മനസ്സിന് അത്രയും സമാധാനമാണ്, അത്രയും ഒരു പീസ്ഫുള്ളായിട്ടുള്ള, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ ഈ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ഇഷ്ടമായി എനിക്ക്. ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ പോകേണ്ടി വരും, ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. ഇത് ഞാൻ അന്ന് പൂജ വയ്ക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് വന്നപ്പോൾ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും